എന്തായിരുന്നു? ഈ മൗലവി ഇവിടുന്ന് പ്രസംഗിച്ച്, അതിലുണ്ട് വലിയ തട്ടിപ്പോ പറയാം. ഈ മൗലവി ഇവിടുന്ന് പ്രസംഗിച്ച് 24 മണിക്കൂറും വിളിക്കണമെങ്കിൽ അവധിയായിരിക്കണം, എല്ലാത്തവരും 24 മണിക്കൂറും വർക്ക് ചെയ്യില്ല എന്ന ആശയം പ്രസംഗിച്ചു. ഞാൻ അദ്ദേഹത്തെ ഖണ്ഡിച്ചു. ഞാൻ ചോദിച്ചു, കുറെ തെളിവുകൾ ഇങ്ങനെ പറഞ്ഞു. കൂട്ടത്തിന് ഞാൻ ചോദിച്ചു, 24 മണിക്കൂറും ഒരാളെ വിളിക്കാൻ പറ്റൂന്ന് വന്നാല് പഠിച്ചോനാവോ? അങ്ങനെയാണെങ്കിൽ, അങ്ങനെ പഠിച്ചോനാവുന്നാ പറഞ്ഞെങ്കിൽ ഈ ആധുനിക യുഗത്തിലല്ലേ ഈ മൗലവിമാര് ജീവിക്കുന്നത്? നമ്മളെ ഒരു ടെലിഫോൺ, മൊബൈൽ ഫോൺ, ഒരു മൊബൈൽ ഫോൺ, ഞാൻ അന്ന് പറഞ്ഞ രൂപത്തിൽ തന്നെ പറയാം, ഒരു മൊബൈൽ ഫോൺ. ഈ ഫോണില് നമ്മൾ കസ്റ്റമർ കെയറിലേക്ക് വിളിക്കുന്നു. കസ്റ്റമർ കെയർ ഞാൻ വാചകം പറഞ്ഞില്ല, ഞാൻ പറഞ്ഞത് ഷാർജയിലായിക്കോട്ടെ 131 അടിക്കുക. 131 അടിച്ച എവിടെയാ പോവാ? കസ്റ്റമർ കെയറിലേക്കാ പോവാ. അപ്പൊ 131 അടിച്ചാൽ ഇത്ര ദിർഹം ബാക്കിയുണ്ട്, ഇത്ര ദിർഹം ബാക്കിയില്ലാന്ന് 24 മണിക്കൂറും വിളിച്ചാൽ ഉത്തരം കിട്ടൂലേ? എവിടുന്ന് വിളിച്ചാലും കിട്ടൂലേ? എവിടുന്ന് തന്നെ അതിന്റെ പരിധിയിൽ UAE എവിടുന്ന് വിളിച്ചാലും കിട്ടും. എല്ലാരും വിളിച്ചാലും കിട്ടും, ഒരേ സമയത്ത് കിട്ടും. 121 അത് ഞാൻ അന്ന് തന്നെ പറഞ്ഞു. 23 എന്ന് പറഞ്ഞത് തെറ്റുണ്ടാവും, ചിലപ്പോൾ അതിന് മസാല പ്രശ്നമാക്കണ്ട, ഞാൻ അന്നേ പറഞ്ഞിരുന്നു, അന്ന് തന്നെ പറഞ്ഞിരുന്നത്. അപ്പോ 121 എനിക്ക് അന്നേ സംശയമുണ്ട്. അങ്ങനെ 121 വിളിച്ചാൽ കിട്ടും. ഈ ഇനിയിപ്പോ അതായിരിക്കും വരുന്ന യോഗത്തിലുണ്ടാവും, അതുകൊണ്ട് അയാൾ പറയാൻ കാരണം. അപ്പോ ഈ 100 അയാൾക്ക് നന്ദി, 121 വിളിച്ചാൽ കിട്ടും. അപ്പൊ 24 മണിക്കൂർ കിട്ടൂലേ? കിട്ടും. ഇത് ഞാൻ പറഞ്ഞത് ഇതിനെ സംബന്ധിച്ചാണോ? ഇതിലാണോ 131 വിളിക്കുന്നത്? ഇതിനെയാ? അതിന്റെ കേന്ദ്രത്തിലല്ലേ വിളിക്കുന്നത്? ഇതിനെയാണോ? പിന്നെ ഇത് കഴുത്തി കെട്ടിയിട്ട് വെള്ളത്തിലിട്ടാല് ഇതും കൊണ്ട് ലിഫ്റ്റിൽ കയറിയാലും എന്ന് പറഞ്ഞാൽ ആ മൗലവിക്ക് പറഞ്ഞേ മനസ്സിലായോ? അയാൾക്ക് ഫോണിനെ കുറിച്ച് എന്തെങ്കിലും അറിയോ? എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഈ പറഞ്ഞത് ഞാൻ അവസാനം ഒന്നും കൂടി പറഞ്ഞു, ഇതിന് തൊള്ളയില്ലല്ലോ. അവിടുന്ന് സംസാരിക്കുന്നതിന് തൊള്ളുണ്ടോ? ഇല്ല. എന്നാ ഇതവിടെ എത്തിച്ചു കൊടുക്കുന്ന ഇസാധനത്തിന് തൊള്ളുണ്ടോ? അതുമില്ല. എന്നാ ഇതിനെക്കുറിച്ച് തന്നെ ഞാൻ പറയട്ടെ, ഇസാധനം തന്നെ നമുക്ക് മറുപടി തരൂലേ? ഇത് നിങ്ങൾ അടിച്ചു നോക്കിയാൽ മറുപടി തരൂലേ? നെറ്റ്വർക്ക് ഇല്ല, മറുപടി. അതുപോലെ തന്നെ കാർഡ് കയറ്റണം, മറുപടി. ഇത് തന്നെ മറുപടി അറിയുന്നില്ലേ? ഇത് എന്നെയും പറയുന്നുണ്ട്. നേരെ മറിച്ച് നമ്മൾ വിളിച്ചാൽ ഏത് സമയം 24 മണിക്കൂർ അവിടെ എടുക്കുന്നുണ്ട്. അപ്പൊ മൗലവിക്ക് കുറെ സംശയങ്ങളുടെ എല്ലാ സംശയവും ഞാൻ തീർത്തേരാ. കിതാബിന്റെ സംശയം മാത്രമല്ല, ഫോണിന്റെ സംശയവും തീർത്തേരാ. ഞാൻ എല്ലാ സംശയവും തീർത്തേരാ. നിങ്ങളിങ്ങനെ ആയിപ്പോയല്ലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇങ്ങനെ ആയിപ്പോയല്ലോ ഒരു വിഭാഗം എന്നാ എനിക്ക് മനസ്സിലാകും. എന്നിട്ട് മൂപ്പര് വിട്ടിയല്ലേ ഇയാള്, വിട്ടിയല്ലേ ഇയാള് എന്ന് ചോദിക്കാറ്. ഞാൻ ഓരോന്നോരോന്ന് ആദ്യം അങ്ങ് പറഞ്ഞുതരാം. ഒന്ന്, ഇയാളിന് പറയുമ്പോൾ തന്നെ പറഞ്ഞു ഞാൻ പറഞ്ഞ വാചകമല്ല. ഞാൻ പറഞ്ഞ വാചകം എന്താണെന്നറിയോ? 24 മണിക്കൂറും ഒരാളെ വിളിക്കാമെന്ന് വന്നാൽ പടച്ചവനാവോ മൗലവീന്നാ ചോദിച്ചു. അതിന് അയാൾ ആ വാചകം ഒഴിവാക്കിയിട്ട് അയാളെ വകയിൽ വേറൊരു വാചകം കൊടുത്തു. എന്താ വാചകം കൊടുത്തറിയോ? എവിടുന്ന് വിളിച്ചാലും ഉത്തരം ചെയ്യാനും പറ്റിയ സാധനം അല്ലാഹ് മാത്രമേ ഉള്ളൂ എന്നാ പേരോട് ചോദിക്കുന്നത്. ഞാൻ അങ്ങനെ ഒരു വാചകേ പറഞ്ഞില്ല. മൗലവികൾ ഏത് യുഗത്തിലാണ് എവിടുന്ന് വിളിച്ചാലും ഉത്തരം ചെയ്യാനും വിളി കേൾക്കാനും പറ്റിയ സാധനം അല്ലാഹ് മാത്രമേ ഉള്ളൂ. 24 മണിക്കൂർ വർക്ക് ചെയ്യുന്ന സാധനമൊക്കെ മൗലവികൾ ഏത് യുഗത്തിലാണ് എവിടുന്ന് വിളിച്ചാലും ഉത്തരം ചെയ്യാനും വിളി കേൾക്കാനും പറ്റിയ സാധനം അല്ലാഹ് മാത്രമേ ഉള്ളൂ. 24 മണിക്കൂർ വർക്ക് ചെയ്യുന്ന സാധനമൊക്കെ മൗലവികൾ ഏത് യുഗത്തിലാണ് എവിടുന്ന് വിളിച്ചാലും ഉത്തരം ചെയ്യാനും വിളി കേൾക്കാനും പറ്റിയ സാധനം അല്ലാഹ് മാത്രമേ ഉള്ളൂ. 24 മണിക്കൂർ വർക്ക് ചെയ്യുന്ന സാധനമൊക്കെ മൗലവികൾ ഏത് യുഗത്തിലാണ് എവിടുന്ന് വിളിച്ചാലും ഉത്തരം ചെയ്യാനും വിളി കേൾക്കാനും പറ്റിയ സാധനം അല്ലാഹ് മാത്രമേ ഉള്ളൂ. 24 മണിക്കൂർ വർക്ക് ചെയ്യുന്ന സാധനമൊക്കെ മൗലവികൾ ഏത് യുഗത്തിലാണ് എവിടുന്ന് വിളിച്ചാലും ഉത്തരം ചെയ്യാനും വിളി കേൾക്കാനും പറ്റിയ സാധനം അല്ലാഹ് മാത്രമേ ഉള്ളൂ. 24 മണിക്കൂർ വർക്ക് ചെയ്യുന്ന സാധനമൊക്കെ മൗലവികൾ ഏത് യുഗത്തിലാണ്
അത്തായിക്കണ്. എവിടുന്ന് വിളിച്ചാലും ഉത്തരം ചെയ്യാനും വിളി കേൾക്കാനും പറ്റിയ സാധനം അല്ല മാത്രമുള്ളൂ. ഇങ്ങനെ എവിടുന്ന് വിളിച്ചാലും ഉത്തരം ചെയ്യുന്ന സാധനം അല്ല മാത്രമേ ഉള്ളൂ എന്നാ വേറോട് ചോദിക്കുന്നത് അയാൾ പറഞ്ഞത്. അങ്ങനെ എന്റെ കേസറ്റ് കേൾപ്പിച്ചു തരുമോ? കേൾപ്പിച്ചു തരുമോ? കേൾപ്പിച്ചു തരുമോ? കേൾപ്പിച്ചു തരുമോ? എന്നിട്ട് പരിഹസിച്ച് ചിരിച്ചിട്ട് വിട്ടിയാന്ന് പറയും. ഉളുപ്പില്ലേ എന്ന് നിങ്ങൾ പറഞ്ഞു ഞാൻ വെക്കും കുറച്ച് കഴിയുമ്പോ. എന്റെ സാധനം കട്ടാ എനിക്ക് കട്ടു തന്നൂടെ? എന്തിന് കട്ടു? എന്തിനെന്റെ പേരില്ലാത്ത വെച്ച് കെട്ടി? കേൾക്കണം നിങ്ങൾ. ആദ്യത്തെ പ്രസംഗം വെക്കും എന്റേത്, ഇയാൾ പറഞ്ഞ വാചകം വെക്കും. തെറ്റല്ലേ പറഞ്ഞത്? എന്താ ഇങ്ങനെ കെർദാബായി പോയത്? എന്നിട്ട് ഇയാൾ എടുക്കുന്ന പണിയറിയോ? മൂപ്പര് പറയാ, വല്ലേ നീലത്തിന്നും എന്നെ വീളിപ്പോർക്ക് വൈകൂടാ ഉത്തീരം നൽകും ഞാനെന്നോവർ. പേരോട് പറഞ്ഞ് ഞാൻ ചോദിക്കട്ടെ, ഞാൻ അങ്ങനെ ഒരു ബൈറ്റ് ചെയ്യല്ലേ ശരിയാ? വല്ല നിലത്തൊന്നും വിളിച്ചാ ഉത്തരം ചെയ്യുന്നുള്ളതിന് മൂപ്പരെ ചോദ്യം പ്ലെയിനിൽ നിന്ന് ഉത്തരം കിട്ടുമോ? പ്ലെയിന് നിലത്താ മൗലവി? പ്ലെയിന് നിലത്താ ഉള്ളതെങ്കിൽ കേൾക്കുകയും ചെയ്യൂ. പ്ലെയിന് നിലത്തൂടിയാ പറക്കല്? ഇയാൾ ഏതാ സാധനം? പിന്നെ ഇയാളെ ചോദ്യോ ലിഫ്റ്റിന്ന് കേൾക്കുമോ? ലിഫ്റ്റിന്ന് കേൾക്കൂലേ? ലിഫ്റ്റിന്റെ വാതിൽ തുറന്നു നോക്കണമെന്നേ ഉള്ളൂ. ലിഫ്റ്റിന് കേൾക്കൂ. ഇയാളോടാ ലിഫ്റ്റിന് കേൾക്കില്ല അറിഞ്ഞത്? എന്നാൽ ലിഫ്റ്റിൽ കുടുങ്ങിപ്പോയവൻ എന്താ ചെയ്യാ? ഫോൺ എടുത്ത് വിളിക്കൂ. ലിഫ്റ്റിൽ കുടുങ്ങിയവൻ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും ഒരു ഫോണ്, അതെടുത്ത് വിളിക്കലാ ഞാനിവിടെ കുടുങ്ങി. ഈ മൗലവിക്ക് എന്തെങ്കിലും അറിയോ? പിന്നെ ഈ മൗലവിന്റെ ചോദ്യം, സിം കാർഡ് ഇല്ലാണ്ട് വിളിക്കാൻ കഴിയോ? റിലയൻസിന്റെ ഫോൺ ഇറങ്ങിയ വിവരം അറിയില്ലേ ഇവൻ? റിലയൻസിന്റെ ഫോൺ ഇറങ്ങിയ വിവരം ചാർജേ പോയി മൂലയിലിരുന്നാ പോരാ. ഫോണിനെ കുറിച്ചൊക്കെ പഠിക്കണോ കേട്ടോ? ഫോണിനെ കുറിച്ച് പഠിക്കണോ? ഇനി അല്ലാത്ത ഫോൺ വിളിച്ചാൽ കിട്ടൂലേ? അല്ലാത്ത ഫോൺ എമർജൻസി കിട്ടും. പോലീസ് സ്റ്റേഷനിലേക്കാ പോവുക. സിം കാർഡ് അങ്ങ് എടുത്തിട്ട് വിളിച്ചാലേ BSNL വിളിച്ചാൽ പോലീസ് സ്റ്റേഷനിലേക്കാ പോവുക. അറിയോ? ഇയാളെ കൊണ്ടുകൊണ്ട് ജയിലിലേക്കാ, പോലീസ് സ്റ്റേഷനിലേക്കല്ല കേട്ടോ. പിന്നെ 112 വിളിക്കണമെന്നേ ഉള്ളൂ. പഠിച്ച മൗലിയാമാരെത്തുള്ളൂ കേട്ടോ. മുസ്ലിയാമാരെന്ന് പഠിച്ചോ. 112 വിളിച്ചാൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോകും. കാർഡ് വേണമെന്നില്ല. ഇയാൾക്ക് സിം കാർഡ് ഇല്ല ഞാൻ കേൾക്കുമോ? പിന്നെ ഇയാളെ ചോദ്യം പരിധിക്ക് പുറത്താണ് എന്ന് പറയൂ. അതൊരു ഉത്തരല്ലേ? ഉത്തരം കിട്ടൂലേ? പരിധിക്ക് പുറത്താ തന്നെ അതൊരു ഉത്തരല്ലേ? ഉത്തരം കിട്ടിയില്ലേ? വെക്ക് വെക്ക്. മൗലവികൾ ഏത് യുഗത്തിലാണ് അത്തായിക്കണ്? എവിടുന്ന് വിളിച്ചാലും ഉത്തരം ചെയ്യാനും വിളി കേൾക്കാനും പറ്റിയ സാധനം അല്ല മാത്രമുള്ളൂ. എന്നിട്ട് എന്താ പണി എന്നറിയോ? മൊബൈലിന്റെ അടുത്തു എന്നിട്ട് എനക്ക് വിളിക്കിട്ട് വല്ല നീലത്തിന്നും എന്നെ വീളിപ്പോർക്ക് വൈകൂടാ ഉത്തീരം ചെയ്യും ഞാനെന്നോവർ. എന്റെ മൂപ്പര് ഇങ്ങനെ പറയാ, ഇവിടുത്തെ നമ്പർ വേണ്ട, ഷാർജിയുടെ നമ്പർ ആയിക്കോട്ടെ 131 അങ്ങോട്ട് വാ. ഷാർജിയുടെ നമ്പർ മേടിച്ചിട്ട് മൊബൈലിനോട് പ്രാർത്ഥിക്കാട്ട് വാ. ലിഫ്റ്റിന്റെ ഉള്ളിൽ കുടുക്കിയിട്ട് നീ വിളിക്കോ? ലിഫ്റ്റിന്റെ ഉള്ളിൽ കുടുക്കിയിടും തന്നെ. എന്നിട്ട് വിളിക്ക്. 131 വിളിച്ചിട്ട് ഉച്ചം കിട്ടട്ടെ. ഫ്ലൈറ്റിന്റെ ഉള്ളിൽ കയറിയാ കിട്ടോ? എവിടുന്ന് വിളിച്ചാലും കിട്ടുന്ന സാധനാത്രേ. ആ ശബ്ദം ഞാൻ പറയില്ല, കേട്ടിട്ട് പറയാ. കേട്ടത് അല്ലാഹുത്തേന ഉറക്കവും തൂങ്ങിയ ഉറക്കവും ഇല്ലാത്തവനാണ്. തൂങ്ങിയ ഉറക്കവും ഇല്ലാത്തവനാണ്. അപ്പോ അള്ളാഹനെ 24 മണിക്കൂറും വിളിക്കാം. കാരണം അള്ളാഹ്ക്ക് തൂങ്ങിയ ഉറക്കൂലാലോ. നമ്മൾപ്പെട്ട ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ എന്ത് വേണോ? നിങ്ങളിപ്പോ വിളിക്കണ്ടെന്ന് ആദ്യം ചോദിച്ചോ? അതാദ്യം വിളിച്ചു ചോദിക്കണം അല്ലേ? അവരെ വരാണ്. കാരണം മനുഷ്യന്മാരാകുമ്പോ ഉറക്കില്ലല്ലായി പോലെ. അതുകൊണ്ട് 24 മണിക്കൂറും ഒരാളെ വിളിക്കാം എന്ന് വന്നാൽ പഠിച്ചവനാക്കലായി. അത് പഠിച്ചവനാണല്ലോ ഉറക്കൊന്നില്ലാത്തത്. അപ്പൊ നിങ്ങൾ മൊഹീദ്ദീനെ വല്ലേ നീലത്തിന്നും എന്നെ വീളിപ്പോർക്ക് വൈകൂടാവുത്തീരം നൽകും ഞാനെന്നോതും. എവിടുന്ന് വിളിച്ചാലും ഉത്തരം ചെയ്യുമെന്ന് മൊഹീദ്ദീൻ പറയുന്ന മാലയില്. അപ്പൊ മൊഹീദ്ദീൻ പഠിച്ചവനായി വൈകാരേതാ വല്ലാത്ത കണ്ടുകൊണ്ടതിന് അവൻ പഠിച്ചവനെ പോയി. കാരണം വല്ലതും കുറിച്ച ഉത്തരം ചെയ്യുന്നില്ലല്ലോ. ആ മൗലവിക്ക് വിവരം അറിയോ? 24 മണിക്കൂർ വർക്ക് ചെയ്യുന്ന സാധനമൊക്കെ പഠിച്ചോടാ. 24 മണിക്കൂർ വർക്ക് ചെയ്യുന്ന സാധനമൊക്കെ പഠിച്ചോടാ. മൗലവിക്ക് ഇത് ലോകേതാണ്? മുജാഹിദൊക്കെ കെട്ടിക്കെട്ടുന്ന ലോകമാനിത്
മൊബൈൽ ഫോണിൽ നമുക്ക് വിളിക്കണം. ഇവിടുത്തെ ഇന്ത്യയിൽ എനിക്ക് ഓർമ്മയില്ല, ഷാർജയിലെ പറയാ ഞാൻ. 131 ഞെക്കുക, 131 ഞെക്കിയാലോ അതെന്റെ ഓർമ്മ. എത്ര നമ്പർ എത്തിയത് മറുപടിയിലെ മസാല ഉണ്ടേ, ടൈപ്പ് ചെയ്ത് വരണ്ട. അങ്ങനെ ഞെക്കുക. അപ്പൊ ഞെക്കുമ്പോ എന്ത് ചെയ്യൂ? ഞങ്ങൾ മറുപടി കിട്ടും, നിങ്ങൾക്ക് 32 ദിർഹമും 45 ഫിൽസും ബാക്കിയുണ്ട്. അതെപ്പം വിളിച്ചാലും കിട്ടൂലേ മൗലവി? 24 മണിക്കൂറും കിട്ടും. അപ്പൊ അള്ളാനെ വിളിച്ചാൽ അള്ള ഉത്തരം ചെയ്യണമെങ്കിൽ ഈമാനും